ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അമൃതംപൊടി വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ബീറ്ററൊന്നും യൂസ് ചെയ്യാതെ മിക്സിയുടെ ജാറിൽ കറക്കി എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ഒരു രീതിയിൽ കേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അമൃതംപൊടി കഴിക്കാത്ത പിള്ളേർ വരെ കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അരിപ്പയിലേക്ക് 1 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കൊക്കോ പൗഡറാണ്, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 വട്ടം അരിച്ചെടുത്താലും മതി. ഇത് കൊക്കോ പൗഡറും അമൃതം പൊടിയും ബേക്കിംഗ് പൗഡറും ഉപ്പൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അതിനുശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ വലിയ ജാർ എടുക്കാം. അതിലേക്ക് 3/4 കപ്പ് തരിയുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ല നൈസായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 30 സെക്കൻഡ് ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഓയിൽ തന്നെ ഒഴിക്കാനായിട്ട് നോക്കുക, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്. അതിനുശേഷം വീണ്ടും ഒരു 10-15 സെക്കൻഡ് ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഈ മിക്സ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഇളം ചൂടുള്ള 1/4 കപ്പ് പാല് എടുക്കുക. അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പൊടി കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക, പിന്നെ പാലൊഴിക്കുക. അങ്ങനെയായിട്ട് നമുക്കിതൊന്ന് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഒരു കേക്ക് ടിന്നിൽ സൈഡിലും നടുക്കിലൊക്കെ ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിത് ഓവനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം നമുക്ക് കേക്ക് ടിന് വെച്ച് കൊടുക്കുക. അതിനുശേഷം 180 ഡിഗ്രിയിൽ തന്നെ 40 മിനിറ്റാണ് നമ്മൾ ടൈം വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ 40 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് കറക്റ്റായിട്ട് പൊന്തി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തേക്ക് എടുത്ത് വെച്ച് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് മിൽക്ക് കോമ്പൗണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് എടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടി ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ചിട്ടുള്ള പാല്, നല്ല ചൂടായിട്ടുള്ള പാല് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് പോകാനായിട്ട് പാടില്ല. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അഥവാ ഇനി ഇത് ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇപ്പോൾ ഇവിടെ കേക്ക് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ സൈഡിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സൈഡിലേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്താവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ സൈഡിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സൈഡിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ശ്രമിച്ചത്. പക്ഷെ അത് നടന്നില്ല, സൈഡിലേക്ക് പോകുന്നുണ്ട്. ഇനി നമ്മളിതെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആവണം. ചോക്ലേറ്റ് ഒന്ന് സെറ്റായിട്ട് കിട്ടണം. പെട്ടെന്ന് ആവണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുത്താലും മതി. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. വേറെ ഒന്നുമില്ല, നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണിത്. അതും അമൃതം പൊടി വെച്ചിട്ടാണ്. അപ്പോൾ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.